കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വ്രതശുദ്ധി നിറയുന്ന വൈശാഖമാസം തുടങ്ങുകയായി. ഏപ്രിൽ 28 മുതൽ മെയ് 27 വരെയാണ് 2025 വൈശാഖമാസം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും അതീവ പ്രാധാന്യത്തോടെയാണ് വൈശാഖ പുണ്യമാസം ആചരിച്ചു വരുന്നത്. ഈശ്വര ആരാധനയ്ക്ക്, പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാന്റെ ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം. മാധവനായ മഹാവിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ ഈ മാസം മാധവമാസമെന്നും അറിയപ്പെടുന്നു. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം. ഈ വൈശാഖ മാസത്തിൽ നാം പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാവിഷ്ണുവിൻ്റെ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ പ്രീതി നേടാനായിട്ട് ഈ വൈശാഖ മാസത്തിൽ നമുക്ക് പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാം. പ്രഭാതത്തിൽ തന്നെ നമുക്ക് സ്നാനകർമ്മങ്ങൾ നിർവഹിക്കാം. അതിനുശേഷം നമ്മുടെ പൂജാമുറിയിലെ വിഷ്ണു ഭഗവാന്റെ, ഗുരുവായൂരപ്പ ഭഗവാന്റെ ചിത്രത്തിൽ നമുക്ക് ഒരു തുളസിക്കതിർ വയ്ക്കാം. ഒപ്പം പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നമുക്ക് ചൊല്ലാനറിയാവുന്ന നാമങ്ങൾ എന്തു തന്നെ ആയാലും നമുക്ക് ജപിക്കാവുന്നതാണ്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിങ്ങനെ വിളക്ക് കത്തിച്ച് നമുക്ക് നാമജപം ചെയ്യാം. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് പോകാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലും പോകാവുന്നതാണ്. ഈ വൈശാഖ മാസം മുഴുവനും നമുക്ക് വിഷ്ണു സഹസ്രനാമ ജപം നടത്താവുന്നതാണ്. വിഷ്ണു സഹസ്രനാമ ജപം വളരെയധികം ഐശ്വര്യപ്രദായകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കഴിയാത്തവർ അത് ശ്രവിച്ചാലും മതിയാകും. വൈശാഖ മാസം മുഴുവനും വിഷ്ണു ഭഗവാനെ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ പൂജിച്ചാൽ നമ്മൾ ഒരു വർഷം മുഴുവനും വിഷ്ണു പൂജ ചെയ്ത ഫലമാണ് ലഭിക്കുക. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്, നമുക്ക് കഴിയാവുന്ന ഒരു നൈവേദ്യം ഭഗവാന് സമർപ്പിക്കുക. വീടുകളിൽ പൂജാമുറിയിൽ നൈവേദ്യം വെച്ചതിന് ശേഷം ആ നൈവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ്. അതാവട്ടെ വൈശാഖ മാസത്തിലെ നമ്മുടെ ആദ്യത്തെ രാവിലത്തെ ഭക്ഷണം. പ്രകാരം പ്രാതസ്നാനവും ചെയ്ത് ജപവും ഒപ്പം വിഷ്ണു ഭഗവാനുള്ള, ഗുരുവായൂരപ്പ ഭഗവാനുള്ള നൈവേദ്യവും കഴിച്ച് നമുക്ക് ഇന്ദ്രിയങ്ങളെ അടക്കിയും വൈശാഖ മാസം ആചരിക്കാവുന്നതാണ്. വൈശാഖ വ്രതവും നമുക്ക് ആചരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വിശേഷപ്പെട്ട വൈശാഖ മാസത്തിൽ നമുക്ക് ദാനധർമാദികൾ ചെയ്യാവുന്നതാണ്. നമ്മളാൽ കഴിയുന്ന വിധം ദാനം ചെയ്യാം. ദാനത്തിൽ മഹത്തരം അന്നദാനമാണ്. നമുക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള ദാനധർമാദികൾ ചെയ്ത് ഈ വൈശാഖ മാസത്തിലെ പുണ്യം നേടാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, നാം ദാമോദര മാസത്തിൽ ചെയ്യുന്നത് പോലെ ഗുരുവായൂരപ്പ ഭഗവാന് എല്ലാ ദിവസവും ഒരു നെയ്വിളക്ക് തിരിതെളിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് ഈ നെയ്വിളക്ക് ആരതിയായി കാണിച്ച് സകല ഐശ്വര്യങ്ങളും നേടാവുന്നതാണ്. നെയ്വിളക്ക് എല്ലാ ദിവസവും സമർപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള അമ്പലങ്ങളിൽ പോകുമ്പോഴെങ്കിലും ഈ വൈശാഖ മാസത്തിൽ ഭഗവാനൊരു നെയ്വിളക്ക് സമർപ്പിക്കാം. കൂടാതെ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നവർ എല്ലാ വ്യാഴാഴ്ചയും ഈ വൈശാഖ മാസത്തിൽ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും സകലവിധമായ ഐശ്വര്യങ്ങളും നേടിത്തരുന്നതാണ്. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടാവുന്നതാണ്. വൈശാഖ മാസത്തിൽ ജപിക്കേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. മന്ത്രം ഇപ്രകാരമാണ്: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഈ പ്രധാനപ്പെട്ട മന്ത്രം വൈശാഖ മാസത്തിൽ നാം ഏവരും ജപിക്കേണ്ടതാണ്. ഈ വൈശാഖ മാസത്തിൽ നാം മഹാവിഷ്ണുവിനെ, നമ്മുടെ ഗുരുവായൂർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മഹാലക്ഷ്മിയെയും മനസ്സാ ധ്യാനിക്കുക. പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുമ്പോൾ മഹാലക്ഷ്മിയെയും ധ്യാനിച്ച് മന്ത്രം ജപിക്കുക. മഹാലക്ഷ്മിയുടെ മന്ത്രം ഇപ്രകാരമാണ്: നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. പ്രകാരം മഹാലക്ഷ്മിയെ സ്തുതിക്കുക വഴി നമുക്ക് മഹാവിഷ്ണുവിനെ, അതായത് നമ്മുടെ ഗുരുവായൂർ ഭഗവാന്റെയും അനുഗ്രഹം ഒപ്പുണ്ടാകുന്നതാണ്. മഹാവിഷ്ണു വസിക്കുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖ മാസത്തിലെ ജപങ്ങളും ധ്യാനങ്ങളും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതിന് ഉതകുന്നതാണ്. നമ്മുടെ കുടുംബത്തിന് സകലവിധമായ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. ഈ പുണ്യമാസമായ വൈശാഖ മാസത്തിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്. അക്ഷയതൃതീയ, വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി വരുന്നുണ്ട്, മോഹിനി വരൂധിനി ഏകാദശികൾ വരുന്നുണ്ട്, ബലരാമ ജയന്തി, ശങ്കരാചാര്യ ജയന്തി, നരസിംഹ ജയന്തി തുടങ്ങിയവ വരുന്നുണ്ട്. വൈകാശി വിശാഖം, ബുദ്ധ പൂർണിമ, പെരിയാൾവാർ ജയന്തി, ദത്താത്രേയ ജയന്തി എന്നിങ്ങനെ വിശേഷ ദിനങ്ങൾ പലതാണ് ഈ വൈശാഖ മാസത്തിലുള്ളത്. അത്രയേറെ പ്രാധാന്യമുള്ള മാസമാണ് മാധവ മാസം അഥവാ വൈശാഖ മാസം. ഈ വൈശാഖ മാസത്തിൽ നാം ഏവരും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് ഗുരുവായൂരപ്പ ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ, മഹാലക്ഷ്മിയുടെ ഒക്കെ അനുഗ്രഹം നേടാവുന്നതാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.